തമിഴ്നാട്ടിലെ ഗൂഡല്ലൂർ വഴി മുതുമലൈ ടൈഗർ റിസർവും കർണാടകയിലെ ബന്ദിപ്പൂർ ടൈഗർ റിസർവും അതുപോലെ ഗൂഡല്ലൂരിലെ ഒരു കോളേജിൻ്റെ സൈഡിലുള്ള ഈ അതിമനോഹരമായിട്ടുള്ളൊരു വ്യൂ പോയിൻറ്റും അതുപോലെ ഗുണ്ടൽപേട്ടിലേക്കുമുള്ള ഒരു യാത്രയുടെ കാഴ്ചകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഞങ്ങൾ മുതുമലയിൽ സ്റ്റേ ചെയ്ത റിസോർട്ട്. മുതുമലൈ ഹോളിഡേ റിസോർട്ട് എന്നാണ് പേര്. ഗൂഡല്ലൂരിൽ നിന്നും മുതുമലൈ ടൈഗർ റിസർവിലേക്ക് പോകുന്ന ആ മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ ഒരു റിസോർട്ട് വരുന്നത്. ഞങ്ങൾ 5 പേരാണ് ഉണ്ടായിരുന്നത്. 5 പേർക്ക് താമസിക്കാൻ പറ്റിയ നല്ല അടിപൊളി കോട്ടേജുകൾ ഇവിടെ ഒരുപാടുണ്ട്. അതും വളരെ അഫോർഡബിൾ റേറ്റാണ്. റോഡ് സൈഡിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതെല്ലാം കൊണ്ട് തന്നെ വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഞങ്ങൾക്കിവിടെ താമസിച്ചപ്പോൾ കിട്ടിയത്. ഏകദേശം 6ഓളം കോട്ടേജുകളാണ് ഇവിടെ വരുന്നത്. ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും എല്ലാം വന്ന് താമസിക്കാൻ പറ്റുന്നതാണ്. ഇവർ തുടങ്ങിയിട്ട് അധികം വർഷങ്ങളായിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു ആംബിയൻസും വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ്. അഫോർഡബിൾ റേറ്റാണ്. ഈ കാണുന്നതെല്ലാമാണ് കോട്ടേജ്. വളരെ ചെറിയ കോട്ടേജുകളാണ്. പക്ഷേ 5ഓ 6ഓ പേർക്കൊക്കെ നന്നായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റും. അത്യാവശ്യം വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. ഈ ഭാഗത്തെല്ലാം പണി അവർ നടത്തി വരുന്നതേ ഉള്ളൂ. നന്നായിട്ട് ചെടിയെല്ലാം വെച്ച് ലോണെല്ലാം സെറ്റ് ചെയ്ത് ലാൻഡ്സ്കേപ്പ് എല്ലാം ചെയ്ത് നല്ല സ്റ്റൈലാക്കിയിട്ടുണ്ട്. അതുപോലെ നല്ല സർവീസുമായിരുന്നു. സ്റ്റാഫിൻ്റെ എല്ലാം പെരുമാറ്റവും കൊള്ളാം. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു റിസോർട്ട് മുതുമലൈ അല്ലെങ്കിൽ ബന്ദിപ്പൂരിലേക്ക് വരുന്നവർക്ക് വേണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ്. മുതുമലൈ ഹോളിഡേ റിസോർട്ട്. ഇതിൻ്റെ പുറകുവശത്തായിട്ടുള്ള സ്ഥലത്ത് ആന ഇറങ്ങുന്നതാണ്. ഏതൊരു കാട്ടിൽ കയറിയാലും നമുക്ക് ഫസ്റ്റ് സൈറ്റ് തരുന്നത് മാൻകൂട്ടങ്ങൾ തന്നെയായിരിക്കും. ഇവിടെയും കാഴ്ച തെറ്റിച്ചില്ല. ഞങ്ങൾക്ക് കിട്ടിയതും ഒരു കൂട്ടം മാൻകൂട്ടകളെ തന്നെയായിരുന്നു ഫസ്റ്റ് സൈറ്റ് കിട്ടിയത്. അതും ആ ഒരു അരുവിക്കപ്പുറം ഒരുപാട് മാനുകളുണ്ടായിരുന്നു. അവിടെ നിന്ന് തിരിച്ച് നേരെ വന്നത് ഗൂഡല്ലൂർ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്കാണ്. കോളേജ് കാണാനല്ല, പകരം കോളേജിൻ്റെ സൈഡിലുള്ള ഈ ഒരു വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടിയായിരുന്നു. നമ്മൾ കണ്ടാൽ ഈ കേട്ടത് ഇവിടെ നിന്നുള്ളൊരു യഥാർത്ഥത്തിലുള്ള നാച്ചുറലായിട്ടുള്ള ശബ്ദമായിരുന്നു. ഒരുപാട് പക്ഷികളുടെയും കാറ്റിൻ്റെയും വെള്ളച്ചാട്ടത്തിൻ്റെയും മരങ്ങളുടെയും എല്ലാം ശബ്ദം. ഇത് കേട്ടുകൊണ്ട് ഇരുന്നാൽ നമുക്കിവിടുന്ന് പോകാനേ തോന്നില്ല. ഈ ഒരു കോളേജിൻ്റെ സൈഡിൽ ഇത്തരത്തിലുള്ളൊരു വ്യൂ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാനേ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഇങ്ങനെയൊരു കോളേജും കോളേജിൻ്റെ സൈഡിൽ ഇത്തരത്തിലുള്ള ഒരു വ്യൂ പോയിൻറ്റും ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ നിന്നാൽ പിന്നെ തിരിച്ച് പോകാൻ തന്നെ തോന്നില്ല. അത്രയ്ക്ക് ഭംഗിയുള്ളൊരു സ്ഥലം. നാച്ചുറലായിട്ടുള്ള മലനിരകളും അതിൻ്റെ ഇടയിലൂടെയുള്ള വെള്ളച്ചാട്ടവും പ്രത്യേക തരത്തിലുള്ള മരങ്ങളും കോടമഞ്ഞും വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദവും എല്ലാമായിട്ട് നമുക്കിവിടെ തന്നെ ഇരിക്കാൻ തോന്നുന്നില്ല. അത് കഴിഞ്ഞ് നേരെ നമ്മുടെ കാട്ടിലേക്ക് പോയി. അത്യാവശ്യം നല്ല മഴയുള്ള സമയമായിരുന്നുകൊണ്ട് തന്നെ മുതുമലൈ കാടുകളിൽ നല്ല പച്ചപ്പായിരുന്നു. അരുവികളിലെല്ലാം നന്നായിട്ട് വെള്ളം ഉണ്ടായിരുന്നു. വെള്ളം കുടിക്കാൻ വന്നിരുന്ന മാനുകളെയും കാട്ടുപോത്തും മ്ലാവും അതുപോലെ മയിലും കുറേ ആനക്കൂട്ടങ്ങളെല്ലാം കാണാൻ പറ്റിയെങ്കിലും മഴയായതുകൊണ്ട് തന്നെ പുലി, കടുവ പോലുള്ള മൃഗങ്ങളൊന്നും ഈ ഒരു റോഡിൻ്റെ സൈഡിലേക്ക് വരാനുള്ള ചാൻസ് കുറവാണ്. മാൻകൂട്ടങ്ങൾ ഒരുപാട് റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ കാട്ടുപോത്തുകളും കാട്ടാനകളും ഒരുപാട് സൈറ്റ് തന്നെങ്കിലും നമുക്ക് കടുവയും പുലിയും ഒന്നും കാണാൻ പറ്റാത്ത ആ ഒരു വിഷമമുണ്ട്. നല്ല പച്ചപ്പായതുകൊണ്ട് അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയായിരുന്നു. അങ്ങനെ മുതുമലൈ കാടും കഴിഞ്ഞ് ഞങ്ങൾ കർണാടകയിലേക്ക് കയറുകയാണ്, ബന്ദിപ്പൂരിലേക്ക് കയറുകയാണ്. ഇനിയാണ് ഗുണ്ടൽപേട്ടും ഗോപാൽസ്വാമി പേട്ടയും എല്ലാം വരുന്നത്.